Hi everybody, AEC, English Language Skills for Commerce and Management, Semester 1st, University of Calicut. So today in this paper, we are going to discuss the chapter, So You Want to be a Motivational Speaker. ഇതൊരു ക്വസ്റ്റ്യനാണ്. സോ യു വാണ്ട് ടു ബി എ മോട്ടിവേഷണൽ സ്പീക്കർ. ആ ടൈറ്റിൽ തന്നെ ഒരു ചോദ്യ രൂപത്തിലാണ് എഴുതിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരു മോട്ടിവേഷണൽ സ്പീക്കർ ആവണമെന്നാണോ? അതായത് മോട്ടിവേഷണൽ സ്പീക്കർ, നമ്മുടെ സംസാരം, നമ്മുടെ സംസാര ഭാഷ, നമ്മുടെ സ്പീക്കിംഗ് സ്കിൽ അത് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവരോട് സംസാരിക്കുന്ന സമയത്ത് അത് കൂടുതൽ ഇൻട്രസ്റ്റിങ്ങും, നമ്മുടെ സംസാരം എന്ന് പറയുന്നത് കൂടുതൽ ഇൻട്രസ്റ്റിങ്ങും, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഇൻസ്പയറിങ്ങും, അല്ലെങ്കിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നമ്മുടെ സ്പീക്കിംഗ് സ്കില്ലിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ഗൈഡ് ലൈനാണ് ഈ ഒരു ചാപ്റ്റർ. ഇത് ആക്ച്വലി ഇതൊരു ആർട്ടിക്കിളാണ്. ഇത് എഴുതിയിട്ടുള്ളത് ഷെബ് ഹൈക്കൺ. അദ്ദേഹം അമേരിക്കൻ ഓഥറാണ്, അതുപോലെ തന്നെ സ്പീക്കറാണ്. സോ അദ്ദേഹം എഴുതിയിട്ടുള്ള ഈ ഒരു ആർട്ടിക്കിളിൽ പറയുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സ്പീക്കിംഗ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ബ്യൂട്ടിഫുള്ളായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട്, ഇൻസ്പയറിംഗ് ആയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് നോക്കാം, ആദ്യം ചാപ്റ്ററിലേക്ക് നോക്കാം. സോ നൗ ഫസ്റ്റ് ലെറ്റ്സ് ഡിസ്കസ് ദ ചാപ്റ്റർ. ഓക്കെ, നൗ ലെറ്റ്സ് ഡിസ്കസ് ദ ചാപ്റ്റർ. So you want to be a motivational speaker. So when we come to the chapter, see, the article teaches how to become a motivational or professional speaker. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ നമ്മളെ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞു തരുന്നത് എങ്ങനെ ഒരു മോട്ടിവേഷണൽ സ്പീക്കർ ആവാം, അതല്ലെങ്കിൽ എങ്ങനെ ഒരു പ്രൊഫഷണൽ സ്പീക്കർ ആവാം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കൂടുതൽ ഇൻട്രസ്റ്റിങ്ങും എക്സൈറ്റിങ്ങും ആക്കുന്ന രീതിയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് പഠിപ്പിച്ചു തരുന്ന ഒരു ആർട്ടിക്കിളാണ് ഇത്. It helps students learn how to speak well, communicate clearly and inspire others. അതായത് വിദ്യാർത്ഥികൾക്ക് എങ്ങനെ നല്ല രീതിയിൽ സ്പീക്ക് ചെയ്യാം, സംസാരിക്കാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, വ്യക്തമായി, കൃത്യമായി, സ്പഷ്ടമായി എങ്ങനെ സംസാരിക്കാം, ആൻഡ് ഇൻസ്പയർ അതേഴ്സ്, മറ്റുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാകുന്ന രീതിയിൽ എങ്ങനെ സംസാരിക്കാം, എങ്ങനെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനെ എൻഹാൻസ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ പഠിപ്പിക്കുന്ന ഒരു ചാപ്റ്ററാണ്, ഒരു ആർട്ടിക്കിളാണ് ഇത്. ദെൻ ദ മെയിൻ തിങ്സ് ഇറ്റ് ടീച്ചേഴ്സ്, മെയിനായിട്ടും ഇത് പഠിപ്പിക്കുന്ന ചില കാര്യങ്ങൾ, എന്തൊക്കെയാണ് ഇത് പഠിപ്പിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹൗ ടു സ്പീക്ക് കോൺഫിഡൻ്റ്ലി ഇൻ പബ്ലിക്. അതായത് ഒരു പബ്ലിക്കിൻ്റെ മുമ്പിൽ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് എങ്ങനെയൊക്കെ സംസാരിക്കണം, അല്ലെങ്കിൽ എന്താണ് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയൊക്കെ നമുക്ക് ഇത് പറയാം, സംസാരിക്കാം, കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ദെൻ ഹൗ ടു ഇംപ്രൂവ് കമ്മ്യൂണിക്കേഷൻ, എങ്ങനെയാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ നമ്മൾ ഇംപ്രൂവ് ചെയ്യേണ്ടത്. അതുപോലെ ഹൗ ടു ഇൻസ്പയർ ആൻഡ് മോട്ടിവേറ്റ് ദ ഓഡിയൻസ്, ഈ ഓഡിയൻസിനെ നമുക്ക് എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാം, എങ്ങനെ ഇൻസ്പയർ ചെയ്യാം നമ്മുടെ കമ്മ്യൂണിക്കേഷനിലൂടെ, തുടങ്ങിയതൊക്കെയാണ് ഈ ഒരു ആർട്ടിക്കിളിൽ പറയുന്നത്. ദെൻ ഹൂ ഈസ് എ മോട്ടിവേഷണൽ സ്പീക്കർ, അതായത് എ പേഴ്സൺ ഹു ഇൻസ്പയേഴ്സ് ആൻഡ് എൻകറേജ് പീപ്പിൾ ത്രൂ സ്പീച്ച്. സംസാരത്തിലൂടെ ഒരാളെ ഇൻസ്പയർ ചെയ്യുന്ന, ഒരാളെ എൻകറേജ് ചെയ്യുന്ന ആരെയും മോട്ടിവേഷണൽ സ്പീക്കർ എന്ന് വിളിക്കാം. ദേ മേ ഷെയർ ലൈഫ് സ്റ്റോറീസ് ഓർ വർക്ക് എക്സ്പീരിയൻസസ് ടു മോട്ടിവേറ്റ് അതേഴ്സ്. മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ടോക്കിൽ ലൈഫ് എക്സ്പീരിയൻസ്, വർക്ക് എക്സ്പീരിയൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്യാം. എക്സാമ്പിൾ, ടോണി റോബിൻസ് ആൻഡ് സിഗ് സിഗ്ലാർ. മോട്ടിവേഷൻ രംഗത്ത്, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചവരാണ്. അവരുടെ എക്സാമ്പിളാണ് കൊടുത്തിരിക്കുന്നത്. ദെൻ എബൌട്ട് ദ റൈറ്റർ, നമ്മുടെ ഈ ഒരു എഴുത്തുകാരനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ദ റൈറ്റർ ഷെബ് ഹൈക്കൺ ഈസ് ആൻ എക്സ്പേർട്ട് ഇൻ കസ്റ്റമർ സർവീസ്. ദെൻ പീപ്പിൾ കോൾ ഹിം എ മോട്ടിവേഷണൽ സ്പീക്കർ ബിക്കോസ്, അതായത് ഇദ്ദേഹം കസ്റ്റമർ സർവീസിലൊരു എക്സ്പേർട്ടായിരുന്നു നമ്മുടെ റൈറ്ററായ ഷെബ് ഹൈക്കൻ. അദ്ദേഹത്തിനെ ആൾക്കാർ വിളിച്ചിരുന്നത് മോട്ടിവേഷണൽ സ്പീക്കർ എന്നായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ഭാഷ, അദ്ദേഹത്തിൻ്റെ സംസാരം, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? എൻ്റർടൈനിങ് ആയിരുന്നു, എഡ്യൂക്കേഷണലായിരുന്നു, അതുപോലെ മോട്ടിവേഷണലായിരുന്നു. എന്താണ് ഈ എൻ്റർടൈനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മേക്ക് പീപ്പിൾ ലാഫ്. ആൾക്കാർക്ക് ഫൺ, അല്ലെങ്കിൽ ആൾക്കാർക്ക് ചിരിക്കാനുള്ളൊരു എലമെൻറ്റൊക്കെ ഉണ്ടായിരിക്കുമായിരുന്നു കോൺവെർസേഷനിൽ, അല്ലെങ്കിൽ സംഭാഷണത്തിൽ, ഈ പറയുന്ന ടോക്കിൽ. എഡ്യൂക്കേഷണൽ, അതായത് ടീച്ച് സംതിങ്, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, ഇൻഫോർമേറ്റീവായുള്ള കാര്യങ്ങളുണ്ടാകും കമ്മ്യൂണിക്കേഷനിൽ. ദെൻ മോട്ടിവേഷണൽ, അതായത് ഇൻസ്പയർ ടു ടേക്ക് ആക്ഷൻ, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്രചോദനം കൊള്ളുന്ന. അപ്പോൾ ഈ പറയുന്ന എൻ്റർടൈനിങ്, എഡ്യൂക്കേഷണൽ, മോട്ടിവേഷണൽ, ഈ 3 ഫാക്ടേഴ്സും ഉൾക്കൊണ്ടതായിരുന്നു അദ്ദേഹത്തിൻ്റെ സംസാരം എന്ന് പറയുകയാണ്. ഓക്കെ, ദെൻ എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്ന ഇമ്പോർട്ടൻ്റ് ഐഡിയാസ്?
ദ റൈറ്റർ സേസ് all speakers should be motivational. എല്ലാ സ്പീക്കേഴ്സും മോട്ടിവേഷണൽ സ്പീക്കേഴ്സാണ് എന്നാണ് റൈറ്റർ പറയുന്നത്. എ ഗുഡ് സ്പീച്ച് ഷുഡ് മേക്ക് പീപ്പിൾ, അതായത് നല്ലൊരു സ്പീച്ച് എന്ന് പറയുന്ന ആൾക്കാരെ എന്തൊക്കെയാക്കി മാറ്റും? സ്റ്റാർട്ട് സംതിങ് ന്യൂ, എന്തെങ്കിലും ഒന്ന് പുതുതായിട്ട് ചെയ്യാനൊരു താല്പര്യം മനസ്സിലുണ്ടാക്കിയെടുക്കും. ചില മോട്ടിവേഷണൽ സ്പീക്കേഴ്സൊക്കെ സംസാരിക്കുമ്പോൾ കാണാറില്ലേ നമുക്ക് എന്തെങ്കിലും ഒരു പ്രചോദനം ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ തുടങ്ങണം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, നമുക്ക് ഇങ്ങനെ ആയാൽ പറ്റില്ല, എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തുടങ്ങണം, അങ്ങനത്തെ ഒരു ഐഡിയ നമ്മുടെ മനസ്സിലേക്ക് ഇട്ട് തരും. ഇനി അതല്ലെങ്കിൽ സ്റ്റോപ്പ് സംതിങ് റോങ്, നമ്മൾ തെറ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം അത് നിർത്താൻ നമുക്ക് പ്രചോദനമാകും. അതും അല്ലെങ്കിൽ ഓർ ചേഞ്ച് സംതിങ് ഇൻ ദെയർ ലൈഫ്, നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ചേഞ്ചസ് വരുത്താൻ നമുക്ക് പ്രചോദനമാകും. അപ്പോൾ നല്ല ഒരു സ്പീച്ച് എന്ന് പറയുന്നത് ആൾക്കാരെ ഒന്നുകിൽ പുതിയ ഐഡിയാസ് സ്റ്റാർട്ട് ചെയ്യാനോ, അതല്ലെങ്കിൽ റോങ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ സ്റ്റോപ്പ് ചെയ്യാനോ, അതല്ലെങ്കിൽ ലൈഫിനെ ഒന്ന് ചേഞ്ച് ചെയ്യാനോ ഒക്കെ ഉതകുന്ന രീതിയിലായിരിക്കും. ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പീക്കേഴ്സ് ഉണ്ട്. ആരൊക്കെയാണ്? പ്രൊഫഷണൽ സ്പീക്കേഴ്സ് ഉണ്ട്. എന്താണ് പ്രൊഫഷണൽ സ്പീക്കർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ? ഗെറ്റ്സ് പെയ്ഡ് ടു സ്പീക്ക്, അതായത് അവർക്ക് പേയ്മെൻറ്റൊക്കെ കൊടുക്കണം സംസാരിക്കാൻ. പ്രൊഫഷണലായിട്ട് അവർ കൊണ്ടുവന്ന എന്തെങ്കിലും, നമുക്കറിയാം ഒത്തിരി പ്രോഗ്രാംസുകൾക്കൊക്കെ പ്രൊഫഷണൽ സ്പീക്കേഴ്സിനെ കൊണ്ടുവരാറുണ്ട്. മോട്ടിവേഷൻ രംഗത്തും തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ആൾക്കാരൊക്കെ വ്യക്തിത്വങ്ങളൊക്കെ കൊണ്ടുവരാറുണ്ട് പെയ്ഡായിട്ടൊക്കെ. സോ ഗെറ്റ്സ് പെയ്ഡ് ടു സ്പീക്ക്. ദെൻ ഇൻഡസ്ട്രി സ്പീക്കേഴ്സ്, അതായത് ടോക്സ് ടു പീപ്പിൾ ഫ്രം ദ സെയിം ജോബ് ഓർ ഫീൽഡ്, അതായത് സെയിം ഇൻഡസ്ട്രി അല്ലെങ്കിൽ ജോബ് അല്ലെങ്കിൽ ഫീൽഡ് അതുമായിട്ട് സംസാരിക്കാൻ, അല്ലെങ്കിൽ അതുമായിട്ട് കൂടുതൽ കുറച്ച് കാര്യങ്ങൾ വ്യക്തമാക്കാൻ, ഡീറ്റെയിലിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഇൻഡസ്ട്രി സ്പീക്കേഴ്സ് ഉണ്ട്. ഓക്കെ. ദെൻ സബ്ജക്റ്റ് എക്സ്പേർട്ട്, അതായത് ഷെയർസ് സ്പെഷ്യൽ നോളേജ് ഓർ സ്കിൽ, അതായത് നമ്മുടെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ സബ്ജക്റ്റ്, അതല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലും ഒരു ഏരിയാസ്, ഫീൽഡ്, അപ്പോൾ അതിനെക്കുറിച്ചിട്ട് കുറച്ചുകൂടി സ്പെസിഫൈ ചെയ്തുകൊണ്ട് നോളേജ് ഇമ്പാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സബ്ജക്റ്റ് എക്സ്പേർട്ട്. ഓക്കെ. ദെൻ ഇൻസ്പിറേഷണൽ സ്പീക്കർ, അതായത് ടെൽസ് ഇമോഷണൽ ഓർ ടച്ചിങ് സ്റ്റോറീസ്, വളരെ ഇമോഷണൽ ആയിട്ടുള്ള വൈകാരികമായിട്ടുള്ള ഹൃദയസ്പർശിയായിട്ടുള്ള കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പുതിയ മാറ്റങ്ങൾക്കൊക്കെ ഇൻസ്പയർ ചെയ്യുന്ന സ്പീക്കേഴ്സ്. ദെൻ മോട്ടിവേഷണൽ സ്പീക്കർ, അതായത് ക്യാൻ ബി ഓൾ ഓഫ് ദ എബവ്. മോട്ടിവേഷണൽ സ്പീക്കർ എന്ന് പറയുമ്പോൾ മുകളിലുള്ള എല്ലാതും ഉൾപ്പെടും. ദെൻ ദ പേർപ്പസ് ഓഫ് ഗുഡ് സ്പീച്ച്, ഒരു നല്ലൊരു സ്പീച്ചിൻ്റെ പേർപ്പസ് എന്താണ്? എ ഗുഡ് സ്പീക്കർ മേക്സ് ദ ഓഡിയൻസ് തിങ്ക് ആൻഡ് ആക്ട്, അതായത് നല്ലൊരു സ്പീക്കർ എന്ന് പറയുന്നത് ഓഡിയൻസിനെ ചിന്തിപ്പിക്കാനും പ്രവർത്തിപ്പിക്കാനും പ്രേരിപ്പിക്കും. ആഫ്റ്റർ ലിസണിങ് പീപ്പിൾ ഷുഡ് ആസ്ക് ദെംസെൽവ്സ്, അപ്പോൾ ആ ഒരു ടോക്ക് കേട്ടതിന് ശേഷം, ശ്രദ്ധിച്ചതിന് ശേഷം ജനങ്ങൾ അവർ സ്വയം ചോദിക്കും, എന്ത്? വാട്ട് വിൽ ഐ ഡു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? വാട്ട് വിൽ ഐ ചേഞ്ച്, ഞാൻ എന്തൊക്കെയാണ് മാറ്റേണ്ടത്? ആൻഡ് വാട്ട് വിൽ ഐ സ്റ്റോപ്പ് ഡൂയിങ്, ഞാൻ എന്തൊക്കെയാണ് നിർത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? വാട്ട് വിൽ ഐ ഷെയർ വിത്ത് അതേഴ്സ്, മറ്റുള്ളവരുമായിട്ട് ഞാൻ പങ്കുവെക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അങ്ങനെ നമുക്ക് തന്നെ ഒരു പ്യൂരിഫിക്കേഷൻ, നമുക്ക് തന്നെ ഒരു സെൽഫ് റിയലൈസേഷനും പ്യൂരിഫിക്കേഷനും ചേഞ്ചും ഒക്കെ ഉണ്ടാകും എന്ന് പറയുകയാണ്. ദെൻ ഹൗ ടു ബിക്കം എ സ്പീക്കർ, എങ്ങനെ ഒരു നല്ല സ്പീക്കർ ആവാം? റീഡ് ബുക്സ് ആൻഡ് പ്രൊഫഷണൽ സ്പീക്കിംഗ്, പുസ്തകങ്ങൾ ഒത്തിരി വായിക്കുക. പ്രൊഫഷണൽ സ്പീക്കിംഗ് അതിനെക്കുറിച്ചിട്ടുള്ള പുസ്തകങ്ങൾ ഒത്തിരി വായിക്കുക. ആർട്ട് ഓഫ് സ്പീക്കിംഗ്, അതിനെക്കുറിച്ചിട്ടൊക്കെയുള്ള ഈ സംസാരം എന്ന് പറയുന്നത് അതിലൊരു സയൻറ്റിഫിക് വശമുണ്ട്, അതിനൊരു സയൻസ് ഉണ്ട്, അതിലൊരു ശാസ്ത്രീയതയുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നല്ല രീതിയിൽ ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കാനായിട്ട് പഠിക്കുക. അതിനൊത്തിരി പുസ്തകങ്ങൾ, അതുമായി റിലേറ്റ് ചെയ്തുള്ള പുസ്തകങ്ങൾ വായിക്കുക. ദെൻ ജോയിൻ ദ നാഷണൽ സ്പീക്കേഴ്സ് അസോസിയേഷൻ ഓർ ടോസ്റ്റ് മാസ്റ്റേഴ്സ് ടു പ്രാക്ടീസ്. അപ്പോൾ ഈ ഒരു സ്പീക്കിംഗ് സ്കില്ല് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നാഷണൽ സ്പീക്കേഴ്സ് അസോസിയേഷൻ, അതല്ലെങ്കിൽ ടോസ്റ്റ് മാസ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞ് കുറേ നമ്മുടെ ഈ ഒരു ടീച്ചിങ് സ്കിൽ അതിൻ്റെ ഒരു ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട്, അതിൻ്റെ ഒരു പ്രാക്ടീസിന് വേണ്ടിയിട്ട് ഒത്തിരി മേഖലകൾ അല്ലെങ്കിൽ ഒത്തിരി അവസരങ്ങളുണ്ട്, അതൊക്കെ ഉപയോഗപ്പെടുത്തുക. ദെൻ ഫൈൻഡ് എ സ്പീക്കിംഗ് കോച്ച് ഫോർ ട്രെയിനിങ്, നമുക്ക് വേണമെങ്കിൽ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടൊരു സ്പീക്കിംഗ് കോച്ചിനെ റെഫർ ചെയ്യാം, അദ്ദേഹത്തിൻ്റെ കീഴിൽ നമുക്ക് കാര്യങ്ങൾ പഠിക്കാം. നല്ല രീതിയിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട്, നല്ല രീതിയിൽ ആശയങ്ങൾ കൈമാറിക്കൊണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ ഒരു പബ്ലിക്കിൻ്റെ മുമ്പിലൊക്കെ നല്ല രീതിയിൽ സ്പീച്ച്, പ്രസംഗ പരിശീലനം ഒക്കെയുണ്ട്. എത്രയോ ആൾക്കാരുണ്ട് പ്രസംഗ പരിശീലനം നൽകുന്ന വ്യക്തികളുണ്ട്. നല്ല രീതിയിൽ എങ്ങനെ സംസാരിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ക്ലാസ് എടുക്കുന്ന, അതിനെക്കുറിച്ച് ചെറിയ ചെറിയ കോഴ്സുകൾ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ അതിലൊക്കെ പങ്കെടുക്കാം, അതിൻ്റെയൊക്കെ ഭാഗമാവാം. ദെൻ ലേൺ ബൈ റിഗാർഡിംഗ് ന്യൂസ് ലെറ്റേഴ്സ്,
ലൈക്ക് സ്പീക്കർ നെറ്റ് ന്യൂസ്, അതായത് ന്യൂസ് ലെറ്റേഴ്സൊക്കെ വായിക്കാം. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്പീക്കർ നെറ്റ് ന്യൂസ് എന്ന് പറയുന്നത് ഒരു ന്യൂസ് ലെറ്ററാണ്, ഒരു മാഗസിൻ പോലെ വരുന്നൊരു ന്യൂസ് ലെറ്ററാണ്. അപ്പോൾ അതിൽ പറയുന്നത് നമ്മുടെ സ്പീക്കിംഗ് സ്കില്ലിനെയും കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനെയൊക്കെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഉയർത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, അതിൻ്റെ ഒരു ഗൈഡ് ലൈനൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങുന്നൊരു ന്യൂസ് ലെറ്ററാണ് സ്പീക്കർ നെറ്റ് ന്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലത്തെ ന്യൂസ് ലെറ്റേഴ്സ്, മാഗസിൻസ്, ആർട്ടിക്കിൾസൊക്കെ വായിക്കുക. അതൊക്കെയാണ് പിന്നെ വഴികളെന്ന് പറയുന്നത്. പിന്നെ ഇതെല്ലാം കൂട്ടി വെച്ച് നല്ല രീതിയിൽ സംസാരിക്കുക. ദെൻ എന്താണ് ഈ ഒരു ആർട്ടിക്കിളിൻ്റെ ഫൈനൽ മെസ്സേജ് നോക്കാം. എനിവൺ ക്യാൻ ലേൺ ടു ബി എ മോട്ടിവേഷണൽ സ്പീക്കർ. ഏതൊരാൾക്കും ഒരു മോട്ടിവേഷണൽ സ്പീക്കറായിട്ട് മാറാൻ പറ്റും. ദ കീ ഈസ് ടു ഇൻസ്പയർ, എഡ്യൂക്കേറ്റ് ആൻഡ് കണക്ട് വിത്ത് പീപ്പിൾ ത്രൂ യുവർ വേർഡ്സ്. അപ്പോൾ അതിൻ്റെ ഒരു കീ എന്ന് പറയുന്നത് ആൾക്കാരെ സംസാരിക്കുമ്പോൾ, നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ആൾക്കാരെ ഇൻസ്പയർ ചെയ്യുക, ആ രീതിയിൽ സംസാരിക്കുക, എഡ്യൂക്കേറ്റ് ചെയ്യുക, കണക്റ്റ് ചെയ്യുക, ആൾക്കാരെ പരസ്പരം കണക്റ്റ് ചെയ്യുക. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ, നേരത്തെ ഏതോ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ ഈ റൈറ്ററുടെ ക്വാളിറ്റീസ് നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നു. ഈ റൈറ്റർ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ സംസാരം എന്ന് പറയുന്നത് എൻ്റർടൈനിങ് ആണ്, എഡ്യൂക്കേഷനിലാണ്, മോട്ടിവേഷനിലാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മളും സംസാരിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. സ്പീക്കിംഗ് ക്യാൻ ബിക്കം എ ഗ്രേറ്റ് കരിയർ ഇഫ് യു ഹാവ് പാഷൻ ആൻഡ് പ്രാക്ടീസ്. അപ്പോൾ നിങ്ങൾക്കിതിലൊരു പാഷൻ, നിങ്ങൾക്കിതിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, വ്യക്തമായ കൃത്യമായ പ്രാക്ടീസ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇത് നിങ്ങളുടെ ഫീൽഡാക്കി മാറ്റാം എന്ന് പറയുന്നത്. ഒരു ഗ്രേറ്റ് കരിയർ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മെനഞ്ഞെടുക്കാം എന്ന് അദ്ദേഹം പറയുകയാണ്. സോ സ്റ്റുഡൻസ്, ഇൻ ഷോർട്ട്, ചുരുക്കി പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ഒരു ഗൈഡ് ലൈനാണ്. അതായത് നമ്മുടെ ഒരു സ്പീക്കിംഗ് സ്കില്ലിനെ കൂടുതൽ മെച്ചപ്പെട്ട ഒന്നാക്കി മാറ്റാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷൻ തോന്നുന്ന രീതിയിൽ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു മോട്ടിവേഷനൊക്കെ തോന്നുന്ന രീതിയിൽ നമുക്ക് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് സംസാരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു ഗൈഡ് ലൈനാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. സോ സ്റ്റുഡൻസ്, ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. എനിവേ, ബൈ ഓൾ, താങ്ക് യു.